Hello students, welcome back to Bosco Campus Vision. In the last session, we discussed about the various types of e-businesses. So in this video, we are moving on to another topic, that is the models of e-business. So basically, what do you mean by a model? A model is nothing but a particular structure or a figure to a particular activity. So like any other business model, e-business model describes how a company functions, how it provides a product or service, how it generates a revenue, and how it will create and adapt to new market and technologies. So like any other model or business models, e-business models also described about a company's function, how it performs and the various activities it performs. It gives an overview about all the activities performed by a particular business or an organization. So here we have mainly 7 models or 7 e-business models, and the first one is storefront model, auction model, portal model, do-it-yourself model, made-to-order model, information service model, emerging hybrid model. So coming to the first one, we have storefront model. This is a basic form of e-commerce where the buyer and seller interact directly. സോ സ്റ്റോർ ഫ്രണ്ട് മോഡൽ എന്ന് പറയുന്നത് ഒരു ബേസിക് മോഡൽ ഓഫ് ഇ കൊമേഴ്സ് ആണ്. ഇതിൽ കസ്റ്റമേഴ്സിൻ്റെയും സെല്ലറിൻ്റെയും ഒരു ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ ആണ് നടക്കുന്നത്. So in order to conduct a storefront e-commerce, merchants need to organize an online catalog of products, take orders from their websites, accept payments in a secure environment, send merchandise to customers and manage customer data. സോ സ്റ്റോർ ഫ്രണ്ട് മോഡൽ ഉപയോഗിക്കുന്ന ബിസിനസ്സുകളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ സെല്ലേഴ്സ് ഒരു ഓൺലൈൻ കാറ്റലോഗ് പ്രിപ്പയർ ചെയ്യും, അവർ സെല് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ. പിന്നെ അവർ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിന്ന് ആ പ്രോഡക്റ്റിന് കിട്ടിയിട്ടുള്ള ഓർഡേഴ്സ് എടുക്കും. ആ ഓർഡേഴ്സിനുള്ള പർട്ടിക്കുലർ പേയ്മെൻറ്റ്സ് ഒരു സെക്യൂർ എൻവയൺമെൻറ്റിൽ സ്കാംസ് ഒന്നും വരാത്ത രീതിയിൽ കളക്ട് ചെയ്യും. അതിനുശേഷം ആ പർട്ടിക്കുലർ പ്രോഡക്ട്സ് ആ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുകയും അവരെ കസ്റ്റമർ ഡേറ്റ എല്ലാം ഫുള്ളി മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് ഈ സ്റ്റോർ ഫ്രണ്ട് മോഡലിൽ നടക്കുന്നത്. സോ മോസ്റ്റ്ലി ഈ ഒരു സ്റ്റോർ ഫ്രണ്ട് മോഡൽ ഉപയോഗിക്കുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B2C ബിസിനസ് ടൈപ്പ് കമ്പനീസാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Amazon.com, ഫ്ലിപ്കാർട്ട്, eBay ഇങ്ങനത്തെ ഉള്ള ഓൺലൈൻ വെബ്സൈറ്റാണ് ഈ സ്റ്റോർ ഫ്രണ്ട് മോഡൽ എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ഓൺലൈൻ ഓപ്ഷൻ മോഡൽ. Online auctions have become an enormously successful method of e-commerce. സോ ഒരു ഓപ്ഷൻ എന്താണ് നമുക്കറിയാം, ലേലം വിളിക്കുന്നതിനാണ് നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഓപ്ഷൻസിന് നോർമലി ബിഡ്ഡിങ്സ് ഉണ്ടാവും. ബിഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു വില വിളിക്കും, അടുത്ത ആൾ വേറെ വില വിളിക്കും. അങ്ങനെ ബിഡ് ചെയ്താണ് ഓപ്ഷൻസ് നടത്തുന്നത്. നോർമലി ഓപ്ഷൻസിൽ ഒരു ലോവർ പ്രൈസിലായിരിക്കും ഓപ്ഷൻ പ്രൈസ് ബിഡ് വിളിച്ച് തുടങ്ങുക. അതിനുശേഷം കൂടുതൽ ആരാണോ ഹൈ പ്രൈസിന് വിളിക്കുന്നത് അത് ബയറിനും സെല്ലറിനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ സെയിൽ നടക്കും. അങ്ങനെയാണ് ഒരു ഓപ്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ബിഗിൻസ് വെൻ ദ സെല്ലർ പോസ്റ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഐറ്റം ഫോർ സെയിൽ ആൻഡ് ഫിൽസ് ഇൻ ദ അപ്രോപ്രിയേറ്റ് രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ. The seller must specify a minimum opening bid. If potential buyers feel this price is too high, the item may not receive any bids. If a successful bid is made, the seller and the buyer negotiate the shipping details, warranty and other particulars. അപ്പം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ചെയ്യുമ്പോൾ ബയറും സെല്ലറും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു ഓൺലൈൻ ഓപ്ഷനിൽ അവർ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം അവർ ഷിപ്പിംഗ് ഡീറ്റെയിൽസും വാറണ്ടി ഡീറ്റെയിൽസും പിന്നെ അതർ പർട്ടിക്കുലേഴ്സ് അബൌട്ട് ദ പ്രോഡക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് അവിടെ ഫൈനലി ഒരു സെയിൽ നടക്കും. ദ ലീഡിംഗ് കമ്പനി ഇൻ ദിസ് ബിസിനസ് ഇസ് eBay. ഓൺലൈൻ ഓപ്ഷൻസ് വഴി പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് eBay ആണ്. ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അവിടെയാണ് ഈ ഓൺലൈൻ ഓപ്ഷൻസിൽ മെയിനായിട്ടും പ്രോഡക്റ്റിൻ്റെ സെയിൽ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പോർട്ടൽ മോഡൽ. പോർട്ടൽ സൈറ്റ്സ് ഗിവ് വിസിറ്റേഴ്സ് ദ ചാൻസ് ടു ഫൈൻഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ദേ ആർ ലുക്കിംഗ് ഫോർ ഇൻ വൺ പ്ലേസ്. They often offer news, sports and weather as well as the ability to search the web. സോ ഈ പോർട്ടൽ മോഡൽ എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ അവൈലബിലിറ്റി
ടൈപ്പ് ബിസിനസ്സുകൾ യൂസ് ചെയ്യുന്ന മോഡൽസാണ് ഈ പോർട്ടൽ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സൈറ്റിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെർച്ച് എഞ്ചിനിലോ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് കയറേണ്ട ലിങ്ക്സോ അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്ന കുറേ ലിങ്ക്സ് അത് പ്രൊവൈഡ് ചെയ്യും. മെയിൻലി സെർച്ച് എഞ്ചിൻ കമ്പനീസിനെയാണ് നമ്മൾ പോർട്ടൽ മോഡൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പം AltaVista.com, Hotbot.com ഇങ്ങനത്തെയുള്ള സെർച്ച് എഞ്ചിൻസ് ആണ് കൂടുതലും ഈ ഒരു പോർട്ടൽ മോഡൽ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു സെർച്ച് എഞ്ചിനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വെബ് പേജിലും പോകാം. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ, അതായത് സ്പോർട്ട് ന്യൂസ്, വെതർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് പ്രൊവൈഡ് ചെയ്യും. സോ ഇതാണ് ഒരു പോർട്ടൽ മോഡൽ ഓഫ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. Next one is do-it-yourself model. Do-it-yourself is a model in which the business provides the technical and technological backing to the customers to fulfill the task required by him. So do-it-yourself model is a model used by some businesses to provide the basic information of how to use or how to assemble a particular product without the help of any experts or professionals. സോ നമ്മൾ ചില വെബ്സൈറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും നമ്മളൊരു പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെ അതെങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഡു ഇറ്റ് യുവർ സെൽഫ് മോഡൽ എന്ന് പറയുന്നത്. So the example given here is that an e-business may supply the components of a radio and also the technical know-how to assemble that. The process of assembling has to be done by the customer himself. So ഒരു പ്രോഡക്റ്റ് ഒരു ഇ ബിസിനസ് സൈറ്റിൽ അവൈലബിൾ ആവും. അത് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അസംബിൾ ചെയ്യേണ്ടതെന്നുള്ള ഇൻഫോർമേഷനും കൂടി ആ സൈറ്റിൽ തന്നെ അവൈലബിൾ ആവും. സോ ഇതാണ് ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെയ്ഡ് ടു ഓർഡർ മോഡൽ. Made to order or built to order is a production approach where products are not built until a confirmed order for the products is received. So the businesses or companies using this type of model just produce their or manufactures their product after a order is received for the product from the particular customers. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ലഭിച്ചതിന് ശേഷം മാത്രം പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് ഈ മെയ്ഡ് ടു ഓർഡർ മോഡൽ എന്ന് പറയുന്നത്. This approach is considered good for highly configured products such as the automobiles, aircraft, etc. So luxury product manufacturers ആണ് എപ്പോഴും ഈ മേക്ക് ടു ഓർഡർ മോഡൽ എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ BMW മാനുഫാക്ചേഴ്സ്, അവരുടെ ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ ലഭിച്ചതിന് ശേഷം മാത്രമേ അവരവരുടെ കാർസ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് ആ ഒരു കമ്പനിക്ക് മനസ്സിലാക്കി പർട്ടിക്കുലർ കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഒരിതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് തന്നെയാണ് ആ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അവരെ ആ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ്. The main disadvantage or limitation is that we have to wait for the customer preferences or customer orders, and the main advantages of the made to order model are the ability to supply the customer with the exact product specification required. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വെക്കാൻ സാധിക്കും. കാരണം അവർ പറയുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈനും എല്ലാം അനുസരിച്ചായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. മറ്റൊരു മേക്ക് ടു ഓർഡർ മോഡൽ എക്സാമ്പിളാണ് എയ്റോപ്ലെയിൻസ് എന്ന് പറയുന്നത്. എയ്റോപ്ലെയിൻസും കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഓർഡർ ലഭിച്ചതിന് ശേഷം മാത്രമേ പ്രൊഡക്ഷൻ ആരംഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് ഇൻഫോർമേഷൻ സർവീസ് മോഡൽ. Several online ventures focus on the sale of information. The best example for information service model is the Wall Street Journal Online. So there are certain businesses or websites that provides information to its customers on monetary terms. They charges a particular fee for the information they provides. So the best example for such a services is Wall Street Journal Online. They offers a subscription that includes access to articles, detailed company information and real-time stock quotes for a monthly fee. So ഒരു monthly fee സബ്സ്ക്രിപ്ഷന് ശേഷം വാൾ സ്ട്രീറ്റ് ജേർണൽ ഓൺലൈൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അതിൻ്റെ കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ആക്കി കൊടുക്കും. അതായത് ആർട്ടിക്കിൾസ്, ഡീറ്റെയിൽഡ് കമ്പനി ഇൻഫർമേഷൻ, പിന്നെ സ്റ്റോക്ക് കോഡ്സ്, അങ്ങനെ ഒത്തിരി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ് ഒരു ചാർജ്
ഈടാക്കിയ ശേഷം മാത്രമാണ് അത് ചെയ്യുന്നത്. Quite often, sites like these also rely on advertising to make money. So companies using this type of model also generate income through various online advertisements. സോ ഇൻഫർമേഷനിലൂടെ മാത്രമല്ല ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് വഴിയും ഇത്തരത്തിലുള്ള മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സുകൾ ഇൻകം ജനറേറ്റ് ചെയ്യാറുണ്ട്. Next is emerging hybrid models. Variety of hybrid e-business models are emerging to provide better service to the customers. Click and brick model is a hybrid model in which the traditional brick and mortar business provides e-business along with their traditional one. സോ ഹൈബ്രിഡ് മോഡൽസിൽ വരുന്ന ഒരു പ്രധാന മോഡലാണ് ക്ലിക്ക് ആൻഡ് ബ്രിക്ക് മോഡൽ എന്ന് പറയുന്നത്. ക്ലിക്ക് ആൻഡ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ബിസിനസ്സും ഓൺലൈൻ ബിസിനസ്സും കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഓർഗനൈസേഷൻ ആണ് ക്ലിക്ക് ആൻഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ബിസിനസ്സിനെ റെപ്രസെൻ്റ് ചെയ്യും, ബ്രിക്ക് എന്ന് പറയുമ്പോൾ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ക്ലിക്ക് ആൻഡ് ബ്രിക്ക് മോഡൽ എന്ന് പറയുന്നത്. ബിസിനസ് മോഡൽസ് യൂസിങ് മൊബൈൽ ഫോൺസ് BOT ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ കം അണ്ടർ ദ ഹൈബ്രിഡ് മോഡൽ. സോ ഈ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡലൊക്കെ ഈ ഹൈബ്രിഡ് മോഡൽസിൻ്റെ താഴെ വരുന്ന ടൈപ്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോ അതൊരു BOT മോഡലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ ഒരു സംഭവം ബിൽഡ് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഫുൾ ഇൻകം ലഭിച്ചതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ പാർട്ടിക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കൊച്ചി മെട്രോ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു BOT മോഡലാണ്. സോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മോഡൽസും എമേർജിങ് ഹൈബ്രിഡ് മോഡൽസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. So in this session we discussed about the various models of e-business. A business model is nothing but method of doing business by which a company can sustain itself by generating revenue. Hope all are clear with the topic. In the next session we will deal with another topic. Thank you.